മോഡി കെയറിൽ ഐഡിയ എടുത്തിട്ടുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന 6 ബെനിഫിറ്റ്സ് ഉണ്ട്. ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കൊന്നും വേണ്ട, ബിസിനസ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് കസ്റ്റമർ ആവുക. എങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന 6 ബെനിഫിറ്റ്സുകളാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. ഒന്നാമത്തത് ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം. നമുക്ക് ലോകോത്തര നിലവാരമുള്ള പ്രൊഡക്റ്റുകൾ സാധാരണ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നില്ല നമ്മുടെ ലോക്കൽ മാർക്കറ്റുകളിൽ നിന്ന്. അതിനുള്ള ഭാഗ്യം നമുക്കില്ല പലപ്പോഴും. എന്നാൽ മോഡി കെയറിൽ നിന്ന് നമുക്കതിന് സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി, മണി ബാക്ക് ഗ്യാരണ്ടി. നമുക്ക് ഒരാളും ഒരു കമ്പനിയും ഇന്ന് ഇന്ത്യയിൽ ഇന്ന് വരെ എല്ലാ പ്രൊഡക്റ്റുമിലും ഐ പേഴ്സണലി ഗ്യാരണ്ടി ഫുൾ റീഫണ്ട് ഓഫ് യുവർ മണി ഇഫ് യു ആർ നോട്ട് 100% സാറ്റിസ്ഫൈഡ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ 100% സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു തന്നാൽ 100% മണി ബാക്ക് ഗ്യാരണ്ടി നിങ്ങൾക്ക് തരാം എന്ന് പറയുന്ന ഒരു കമ്പനിയും ഇന്ന് നിലവിലില്ല. അങ്ങനെ എഴുതി ഒപ്പിട്ടിട്ട് ഓരോ പ്രൊഡക്റ്റിലും എഴുതി ഒപ്പിട്ടുള്ള കമ്പനിയാണ് മോഡി കെയർ. ഇതാണ് രണ്ടാമത്തെ ബെനിഫിറ്റ്സ്. മൂന്നാമത്തെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് MRP പ്രൈസ് കൊടുക്കേണ്ടതില്ല. സാധാരണ നമ്മൾ മാർക്കറ്റിൽ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ഏത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് MRP പ്രൈസ് കൊടുക്കേണ്ടി വരും. പക്ഷേ 1-2 രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടാം. ഇവിടെ നമുക്ക് 10 to 30% നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. 10 മുതൽ 30% വരെ ഡിസ്കൗണ്ട് നമുക്ക് ഓരോ പ്രൊഡക്റ്റിനും ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിന് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. അതായത് നമ്മൾ ചുരുക്കി പറയും DP പ്രൈസിന് നമുക്ക് കിട്ടും. നാലാമത്തെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ 1000 രൂപയുടെ പർച്ചേസിനും നമുക്ക് 10% മുകളിൽ ഫ്രീ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് തികച്ചും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് 1000 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 100 രൂപയുടെ ഫ്രീ പോട്ട്, 2000 പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 200 രൂപയുടെ ഫ്രീ പോട്ട്, 3000 പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 300 രൂപയുടെ ഫ്രീ പോട്ട്, 5000 പർച്ചേസ് ചെയ്യുന്നെങ്കിൽ 500 രൂപയുടെ ഫ്രീ പോട്ട്. ഇതിന് നമ്മൾ റീപർച്ചേസ് ഓഫർ എന്ന് പറയാം. അപ്പോൾ ഓരോ 1000 രൂപയുടെ പർച്ചേസിനും നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ലഭ്യമാണെന്നുള്ളതാണ്. ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ എല്ലാ മാസവും ജോയിൻ ചെയ്ത മാസമാണെങ്കിൽ നിങ്ങൾക്ക് 15-ാം തീയതി ജോയിൻ ചെയ്ത മാസം, അത് ഏത് മാസമാണെങ്കിലും ആ വ്യക്തി ജോയിൻ ചെയ്ത മാസം ആ മാസം മുഴുവനായിട്ടും ഈ റീപർച്ചേസ് ഓഫർ ലഭ്യമാകും. എന്നാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ മാസങ്ങളിലും 15-ാം തീയതിക്കുള്ളിൽ പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഈ റീപർച്ചേസ് ഓഫർ ലഭിക്കുക. അപ്പൊ നമ്മുടെ പർച്ചേസ് എന്ത് ചെയ്താൽ മതി, കുറച്ച് നേരത്തെ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാ മാസവും നമുക്ക് ഈ പറയുന്ന ഫ്രീ പോട്ട് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ്. 10% മുകളിൽ ഫ്രീ പോട്ട്. അപ്പൊ ഞാൻ 4 ബെനിഫിറ്റ്സ് പറഞ്ഞു. 5ാമത്തെ ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു പെർഫോമൻസ് ബോണസ് 7% മുതൽ 16% വരെ നമ്മൾ ചെയ്ത ബിസിനസ് വോളിയത്തിന്റെ 7 to 16% നമ്മുടെ അക്കൗണ്ടിലേക്ക് മാസാമാസവും പെർഫോമൻസ് ബോണസ് ആയിട്ട് ഇട്ട് തരുന്നു. ചുരുക്കി നമ്മൾ അതിനെ സബ്സിഡി കിട്ടുന്നു എന്ന് പറയും. നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു സബ്സിഡി എല്ലാ മാസവും നമ്മൾ ഓരോ പർച്ചേസ് ചെയ്യുമ്പോഴും അതിന്റെ സബ്സിഡി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണേ എങ്ങനെ ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ഈ ജോയിൻ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ജസ്റ്റ് 7% ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി വരും. ഇനി അദ്ദേഹം കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഒരു 300 PV പോയിന്റ് വാല്യൂ 300 പോയിന്റ് അദ്ദേഹത്തിന്റെ ടീമും കൂടി പർച്ചേസ് ചെയ്തിട്ട് ആവുകയാണെങ്കിൽ ആ വ്യക്തി ആ മാസം മുതൽ 10% സബ്സിഡി വരിക. ഇനി 1200 PVയിലേക്ക് എത്തിയാലോ 13%. അതായത് അവരുടെ ടൈറ്റിൽ സൂപ്പർവൈസർ എന്നുള്ള ടൈറ്റിൽ എത്തും. ഇനി അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹം 15% എത്തിയാലോ, അതായത് 2700 PVയിലേക്ക് എത്തിയാൽ 15%-ലെത്തും. ആ സമയത്ത് അദ്ദേഹം സീനിയർ സൂപ്പർവൈസർ എന്ന ടൈറ്റിലേക്ക് എത്തും. അക്കൗണ്ടിലേക്ക് വരുന്ന സബ്സിഡി എത്രയാണ്, 15%. ഇനി 4000 PVയിലേക്ക് എത്തിയാലോ 16%. നോക്കൂ നിങ്ങൾ, ഈ 4000 PVയിലേക്ക് എത്തി നമ്മളൊരു 16%-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആ വ്യക്തിക്ക് പിന്നെ കിട്ടുന്നത് സബ്സിഡി കിട്ടുന്നത് 16%. അദ്ദേഹം ചെയ്ത ബിസിനസ് വോളിയത്തിന്റെ 16%. ഇനി 6ാമത്തെ ബെനിഫിറ്റ്സ് ആണ്. 5 ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞു. 6ാമത്തെ ബെനിഫിറ്റ്സ് ലോയൽറ്റി ആൻഡ് ലോയൽറ്റി പ്ലസ്. കമ്പനിയിൽ നിന്ന് എല്ലാ മാസവും തുടർച്ചയായിട്ട് നമ്മൾ 2500-ന്റെ മുകളിലേക്ക് എല്ലാ മാസവും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരു ബോണസ് ആണ് ലോയൽറ്റി ബോണസ് എന്ന് പറയുന്നത്. ലോയൽറ്റി ബോണസ് എന്ന് പറഞ്ഞാൽ ലോയൽറ്റി ഫ്രീ പ്രോഡക്റ്റ്. അതായത് 6 മാസം നിങ്ങൾ എത്രക്കാണോ ആവറേജ് പർച്ചേസ് ചെയ്തത് ആ എമൗണ്ടിനുള്ള സാധനം തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 3000 രൂപക്കാണ് എല്ലാ മാസം പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 7ാമത്തെ മാസം നിങ്ങളെ കാത്തിരിക്കുന്നത് 3000 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് ആണ്. 5000-നാണെങ്കിൽ 5000 രൂപയുടെ ഫ്രീ പോട്ട്, 7000-നാണെങ്കിൽ 7000 രൂപയുടെ ഫ്രീ പോട്ട്. എത്രക്കാണോ നിങ്ങൾ മാസാമാസം ആവറേജ് പർച്ചേസ് ചെയ്യുന്നത് ആ എമൗണ്ടിലുള്ള സാധനം തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം DPയിൽ നിന്ന് തിരഞ്ഞെടുക്കാം. നോക്കൂ നിങ്ങൾ, ഇത് കഴിഞ്ഞിട്ടില്ല. ഇനി ലോയൽറ്റി പ്ലസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് വീണ്ടും അടുത്ത 6 മാസം കൂടി നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്തു. നിങ്ങൾ കമ്പനിയുടെ ഒരു ലോയൽ കസ്റ്റമർ, പക്ക ലോയൽ കസ്റ്റമറായി എല്ലാ മാസവും നിങ്ങൾ കമ്പനിയിൽ നിന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 1 ഇയർ നിങ്ങൾ തികച്ചാൽ, ആദ്യത്തെ 6 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഫ്രീ പോട്ട് കിട്ടി. ഇനി നിങ്ങളിത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ അങ്ങനെ 1 ഇയർ തേച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇരട്ടിയാണ് ഫ്രീ പ്രോഡക്റ്റ്. അതായത് നിങ്ങൾ 3000-നാണ് എല്ലാ മാസം പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ 6 മന്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് 3000-ന്റെ ഫ്രീ പോട്ട് കിട്ടി. നെക്സ്റ്റ് 6 മന്ത് കഴിയുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് 6000 രൂപയുടെ ഫ്രീ പോട്ടാണ്.
അപ്പൊ ടോട്ടൽ ഒരു വർഷത്തെ എത്ര രൂപയുടെ ഫ്രീ പോർട്ട് കിട്ടി? 9,000 രൂപയുടെ ഫ്രീ പോർട്ട് ലോയൽറ്റി ആൻഡ് ലോയൽറ്റി പ്ലസിൽ മാത്രം. ഇങ്ങനെ നിങ്ങളൊരു 7,000-ത്തിനാണ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലോ നിങ്ങളെ കാത്തിരിക്കുന്നത് ആദ്യത്തെ 6 മാസം കഴിയുമ്പോൾ 7,000, പിറ്റത്തെ 6 മാസം കഴിയുമ്പോൾ 14,000, ടോട്ടൽ 21,000 രൂപയുടെ ഫ്രീ പോർട്ട് ലോയൽറ്റി ആൻഡ് ലോയൽറ്റി പ്ലസിലൂടെ മാത്രം. ഈ 6 ബെനിഫിറ്റ്സ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്, 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി, MRP പ്രൈസ് കൊടുക്കേണ്ടതില്ല, DP പ്രൈസിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും, റീപർച്ചേസ് ഓഫർ, അതായത് 10% മുകളിൽ ഫ്രീ പോർട്ട് പർച്ചേസ് ചെയ്യുന്ന സ്പോട്ടിൽ നമുക്ക് കിട്ടുന്നു. പിന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സബ്സിഡി 7 to 16%. മറ്റൊന്ന് ലോയൽറ്റി ആൻഡ് ലോയൽറ്റി പ്ലസ്. നിങ്ങൾ നോക്കൂ, ഈ 6 ബെനിഫിറ്റ്സ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? കമ്പനി മോഡി കെയറിൽ ജോയിൻ ചെയ്യുന്നു, അസോസിയേറ്റ് ചെയ്യുന്നു, നമ്മുടെ ഐഡിയ എടുക്കുന്നു, ജസ്റ്റ് ഒരു കസ്റ്റമറായി മാറുന്നു. ഇത്രേ ഉള്ളൂ. ഇത്രയും മനോഹരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് മോഡി കെയർ എന്ന് പറഞ്ഞാൽ. ഇത്രയും അപ്പൊ ഇങ്ങനെ നമ്മൾ ഇത് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു MRP 100 രൂപ വരുന്ന MRP വരുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരു എക്സാമ്പിളിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ, ശരിക്കും ഒരു ലോയൽ കസ്റ്റമർ ആണെങ്കിൽ, ഈവൻ ആ വ്യക്തി 7% ആണെങ്കിൽ പോലും ആ വ്യക്തിക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 50 രൂപയായിരിക്കും. അതായത് 50% ഡിസ്കൗണ്ട് ആണ് നമുക്ക് ലഭിക്കുന്നത് പല വക. ഇനി ആ വ്യക്തി 10%, 13%, 15%, 16% ആണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് മോഡി കെയർ എന്ന ഈ ഒരു അവസരത്തിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ. ഇതൊരു കസ്റ്റമർക്ക് മാത്രമാണ്. ബിസിനസ് ആയിട്ട് ഏറ്റെടുത്താൽ 12 തരം വരുമാനമാണ് അവരെ കാത്തിരിക്കുന്നത്. അതിൽ ലൈഫ് സ്റ്റൈൽ വരുമാനങ്ങളായിട്ടുള്ള ബോണസുകളായിട്ടുള്ള കാർ ഫണ്ട് ഉണ്ട്, വിദേശയാത്രാ ഫണ്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മറ്റ് വീട് ഫണ്ട് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ബോണസുകൾ, 12 തരം വരുമാനങ്ങൾ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കസ്റ്റമർ കിട്ടുന്ന 6 ബെനിഫിറ്റ്സ് മനസ്സിലാക്കുക, പഠിക്കുക, തിരിച്ചറിയുക, ലോയൽ കസ്റ്റമർ ആവുക, മുന്നോട്ട് പോവുക, ഒരുപാട് ലോയൽ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക. താങ്ക് യു.